ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഫിസിക്സിൻ്റെ. അപ്പം അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനിലോട്ട് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്പം നിങ്ങളെ കുഴപ്പിച്ചെന്നൊക്കെ എനിക്കറിയാം. കുഴപ്പമില്ല, ഇവിടെ നമുക്ക് പറ്റിയിട്ടുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത എക്സാമിനേഷന് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ കരസ്ഥമാക്കാം. നിങ്ങളുടെ അഭിപ്രായം, എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു സ്പെറിക്കൽ ഗോഷൻ സർഫസ് ഉണ്ട്, അതിനകത്തൊരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. ആ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു ക്ലോസ്ഡ് സർഫസ് കൊണ്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഗോഷൻ സർഫസിന്റെ റേഡിയസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ അതിനകത്തൂടെ പോകുന്ന ഫ്ലെക്സ് എന്തായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സർഫസിലൂടെ പോകുന്ന നെറ്റ് ഫ്ലെക്സ് എന്ന് പറയുന്നത് φ = 1/ε0 ഇൻറ്റു എന്താ മക്കളെ, 1/ε0 Q ആണ്. ഈ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സ് എന്താണ്, 0 ആണ്. അപ്പോൾ ഫ്ലെക്സ് എന്താണ് നമുക്ക് കിട്ടി, ഫ്ലെക്സ് നമുക്ക് 0 എന്ന് കിട്ടി. ഫ്ലെക്സ് 0 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഡബിൾ ആക്കിയാലും ട്രിപ്പിൾ ആക്കിയാലും ഒക്കെ ഗോഷൻ സർഫസിന്റെ സൈസ് എത്ര വലുതാക്കിയാലും നെറ്റ് ഫ്ലെക്സ് എന്തായിരിക്കും, 0 തന്നെയായിരിക്കും. റിമെയിൻ 0 എന്ന് നമുക്ക് എന്ത് കിട്ടുന്നതാണ്, ആൻസർ കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. It is placed by a proton accelerated through the same potential difference. The ratio of work done. Work done റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, QV ആണ്. ഇവിടെ നമുക്ക് മനസ്സിലായി, ചാർജ് പ്രോട്ടോൺ ആയാലും ഇലക്ട്രോൺ ആയാലും ചാർജ് എന്താണ്, സെയിം തന്നെയാണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ അതേപോലെ തന്നെ ചാർജ് ഓഫ് പ്രോട്ടോണും സെയിം തന്നെയാണ്. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആണെന്ന് പറയുന്നുണ്ട്. V എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് പറയാം, പ്രോട്ടോണിന്റെയും അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെയും റേഷ്യോ എടുത്താൽ, വർക്ക് ഡൺ റേഷ്യോ എടുത്താൽ അല്ലേ, ദ റേഷ്യോ ഓഫ് ദി വർക്ക് ഡൺ ടു ഇലക്ട്രോൺ ടു പ്രോട്ടോൺ, ഇലക്ട്രോൺ ടു പ്രോട്ടോണിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1:1 ആണ്. കാരണം എല്ലാം കോൺസ്റ്റന്റ് ആണ്. റെഡി അല്ലേടാ? അടുത്ത് നമ്മുടെ കയ്യിൽ മെറ്റാലിക് വയർ ഉണ്ട്, P-യും Q-യും രണ്ട് മെറ്റാലിക് വയർ ഉണ്ട്. അവിടെ ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, ഡയമീറ്ററിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD = നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, E ടോ ബൈ എം. ഇതിനകത്ത് വോൾട്ടേജ് ഇല്ല, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടൈമിനെ കൊണ്ടുവരുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് V/L ആണ്. അപ്പോൾ V/L/m ടോ എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും എന്താണ്, E മാറുന്നില്ല. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണക്റ്റഡ് ടു സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. V മാറുന്നില്ല, റിലാക്സേഷൻ ടൈം മാറുന്നില്ല, മാസ് മാറുന്നില്ല, ലെങ്ത് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാ മക്കളെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് ആണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് P ഡിവൈഡഡ് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് Q എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും L ഓഫ് Q തിരിഞ്ഞു വരത്തില്ലടാ, L ഓഫ് Q ഡിവൈഡ് ബൈ എന്താണ്, L ഓഫ് P ആണ്. L ഓഫ് Q എന്ന് പറയുന്നത് എത്രയാണ്, L ഓഫ് Q എന്ന് പറയുന്നത് 2:1. അപ്പോൾ 2/1 ആണ്. അപ്പോൾ 2:1 ഈസ് ദ റൈറ്റ് ആൻസർ. 2:1 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണ്. റെസിസ്റ്റിവിറ്റി ഓഫ് എ ഗിവൺ മെറ്റാലിക് കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അല്ലേ. ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമുക്കറിയാം നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലോട്ട് കടക്കുകയാണെങ്കിൽ, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് into a uniform magnetic field B. What is the work done by the magnetic force on the particle? It undergo highly complex curved motion. എത്ര കർവ്ഡ് മോഷൻ ആയിക്കോട്ടെ, കോംപ്ലക്സ് മോഷൻ ആയിക്കോട്ടെ, നമുക്കറിയാം വർക്ക് ഡൺ ബൈ ദി മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വർക്ക് ഡൺ 0 ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിൽ നമുക്ക് നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം, സിക്സ്ത് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദ റേഷ്യോ ഓഫ് ഇക്വലന്റ് കപ്പാസിറ്റൻസ്. രണ്ട് കപ്പാസിറ്റർ നമ്മൾ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു, ഒരേപോലത്തെ കപ്പാസിറ്റർ ആണ് എങ്കിൽ അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റൻസ് C എന്ന് എടുത്താൽ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടുന്നത് C/2 ആണ്. ഒരേപോലത്തെ കപ്പാസിറ്ററിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C/n ആണ്. N is the number of കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റർ ആണെങ്കിൽ C/2 വരും. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ അറിയാം, പാരലൽ കണക്ഷൻ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ മതി 2C ആയിരിക്കും അല്ലേ. പാരലൽ ആണെങ്കിൽ നമുക്കറിയാം 2C ആണ്. അപ്പോൾ ഇതിന്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, CS/CP എന്ന് പറയുന്നത് C/2 ഡിവൈഡഡ് ബൈ 2C ആണ്. അപ്പോൾ 2C ഇവിടെ എഴുതുക, C വെട്ടിക്കളയാ. 1:4 അല്ലെങ്കിൽ 1/4 ഇസ് ആൻസർ. അപ്പോൾ 1:4 ഓപ്ഷൻ B ഇസ് റൈറ്റ് ആൻസർ. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഇടുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
two identical circular loop carry the same current I in opposite direction if there are placed coaxially close to each other. രണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിനെ നമ്മൾ ഒരേപോലത്തെ കണ്ടക്ടറാണ്, ഒരേപോലെ വെച്ചിരിക്കുന്നു. ഒരെണ്ണത്തിൽ കറണ്ട് ക്ലോക്ക് വൈസ് ആണ്, അടുത്തതിൽ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. ഓക്കെ, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പോൾ ഒരിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഒരിടത്തെ മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരേപോലത്തെ കോയിൽ ആയതുകൊണ്ട് ദേ ആർ ക്യാൻസൽഡ് ഈച്ച് അതർ. നമുക്കറിയാം ഒരു കൊയാക്സിയൽ കോയിൽ അതിന് സെൻട്രൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, യെസ്, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ യെസ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും മക്കളെ? 0 ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 8 മുതൽ 14 വരെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലെക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഡെഫിനേഷൻ എഴുതി നോക്കുക. അതായത് SI യൂണിറ്റ്, ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഫ്ലെക്സ് ഇൻഡിക്കേഷൻ അറിയാലോ? അത് ബി ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം എഴുതാം. ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ E.ds ആണ് അല്ലേ. സർഫസ് ഇൻ്റഗ്രൽ E.ds ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. എന്താണ്? DS ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ന്യൂട്ടൺ നമുക്ക് എഴുതാം, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -1 ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലെക്സ്. ഇനി ബി ക്വസ്റ്റ്യൻ അത് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് എന്ത് നോക്കാം? ഇലക്ട്രിക് ഫ്ലെക്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫ്ലെക്സ് ത്രൂ സർഫസ്, ഒരു സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലെക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് അടുത്തിലോട്ട് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 ചാർജുകൾ തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം P = 2AQ ആണ്. P = എന്താ മക്കളെ? 2AQ ആണ്. ഇനി 2A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 2A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 × 10⁻³ മീറ്റർ ആണ്. അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് 4 × 10⁻6 കൂളമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 5 × 10⁻³ ഇൻറ്റു 4 × 10⁻6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും 20 അല്ലെങ്കിൽ 2 × 10⁻8 എന്താ കിട്ടുന്നത്? കൂളം മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. 2 × 10⁻8 കൂളം മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കിയാടാ. ബി ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ടാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ചാർജിന് പോസിറ്റീവ് ചാർജിലോട്ട്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. എന്താണ് ഈ ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. ദിസ് എ ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ഇത് നമുക്ക് അറിയേണ്ടതാണ്. നമ്മൾ 2nd ചാപ്റ്റർ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡൈഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. ഇതിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഇപ്പൊ എഴുതി വെച്ച് തന്നെ ഈ സാധനം എക്സ്പ്രഷൻ എഴുതി അല്ലേ. അപ്പോൾ എക്സ്പ്രഷൻ ആണിത്. മറ്റേത് ഡെഫിനിഷൻ ആണ്. അതിന്റെ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെക്കുക. ഡെഫിനിഷനും ഞാൻ എഴുതുന്നില്ല. ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഡെഫിനിഷൻ അതേപോലെ എഴുതുക. അതിന്റെ ബി ക്വസ്റ്റ്യൻ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു നെറ്റ് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. ഇതൊരു ഇക്വേഷൻ. അല്ലെങ്കിൽ പോളറൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് എടുക്കാം പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ്. പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമ്മൾ ആ ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഓംസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട് ആണ്. അപ്പോൾ ഡെഫിനിഷൻ അതേപോലെ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെച്ചാൽ മതിയാകും. ഡെഫിനിഷൻ എഴുതി വെക്കുക. അതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ റെപ്രസെന്റ് ഓംസ് ലോ ഗ്രാഫിക്കലി ഫോർ മെറ്റാലിക് കണ്ടക്ടർ. യെസ്, ഗ്രാഫിക്കലി ഓംസ് ലോനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? യെസ്, ഗ്രാഫ് വരയ്ക്കുക. VI graph. We get a straight line inclined with the current axis. ഓക്കെ അല്ലേടാ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ എ സർക്കുലർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് ഓഫ് 100 ടേൺസ്. 100 ടേൺസ് ആണുള്ളത്. 100 ടേൺസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്,
ക്യാരി ചെയ്യുന്ന കറണ്ട് ഉണ്ട്. വേണ്ട എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് സെന്റർ ഓഫ് ദി കോയിൽ. സെന്റർ ഓഫ് ദി കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം B is equal to μ0 Ni divided by 2a. എല്ലാം തന്നിട്ടുണ്ട്. μ0യുടെ വാല്യൂ 4 pi × 10⁻⁷ ആണ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 100 ആണ്. അതേപോലെ തന്നെ കറണ്ട് എന്ന് പറയുന്നത് 0.4 ആണ്. ഡിവൈഡഡ് ബൈ 2 × a എന്ന് വെച്ചാൽ റേഡിയസ് ആണ്. ആണോ? അതെ. അപ്പൊ 8 × 10⁻². 8 × 10⁻². ഇതിന്റെ ആൻസർ മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് കണ്ടുപിടിച്ചേ മക്കളെ. എല്ലാവരും കണ്ടുപിടിക്കുക. അതായത് എക്സ്പ്രഷൻ ഫോർ ദിസ് ഫീൽഡ് ആൻഡ് കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്. യെസ്, ഇത് ബി ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 3.14 × 10⁻⁻4 ടെസ്ലയാണ് നമുക്ക് എന്ത് കിട്ടുന്ന ആൻസർ കിട്ടുന്നത്. നമുക്ക് നോക്കാം. 10⁻² പോയി, -5 കിട്ടി. 4ഉം അതേപോലെ ഇതും പോയിട്ട് നമുക്കിവിടെ 2 കിട്ടും. 2 × 2 4 ആണ്. അപ്പോൾ 0.1 എന്ന് കിട്ടി. 0.1 × 10 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 10 ആണ്. 10 പോയി 10⁻⁻ എന്ത് കിട്ടി? 4 കിട്ടി. 3.14 10⁻⁴. യെസ്, റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? 13ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 2 ചാർജസ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് വിത്തൗട്ട് ആക്സിലറേഷൻ ഇസ് കാൾഡ്. എന്തായിരിക്കും മക്കളെ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അത് നമുക്ക് അറിയാവുന്നതാണ്. അതിന്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡെഫിനിഷൻ എഴുതി വെക്കുക. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെഫിനിഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഡെഫിനിഷൻ അതേപോലെ എഴുതി വെക്കുക. അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ write the mathematical expression for the potential energy of 2 charge Q1 and Q2 separated by a distance r. mathematical expression മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? r. This is a mathematical expression. ഇതാണ് അവിടുത്തെ mathematical expression. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, എല്ലാവരും നോക്കടാ. 2 wire A and B same material have exact same length. The cross section area of wire B is 4 times area wire A. Which wire will have higher electrical resistance? ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ? നമുക്കറിയാം R is equal to rho L by A ആണ്. rho L by A. ഇവിടെ ലെങ്ത് റെസിസ്റ്റിവിറ്റി ഒക്കെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ലെങ്ത് റെസിസ്റ്റിവിറ്റി ഒക്കെ സെയിം ആണ്. ദെൻ R is inversely proportional to A ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RA ഡിവൈഡഡ് ബൈ RB ആണ്. RA ഡിവൈഡ് ബൈ RB ആണ്. അപ്പൊ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്താ മക്കളെ സംഭവിക്കുന്നത്? യെസ്, RA. അപ്പൊ A താഴെ വരും. AA. ഇവിടെ എന്താണ്? AB. ഇനി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് വയർ B അല്ലെ. ബിയുടെ ഏരിയ എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് A ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 4AA/AA. വെട്ടിക്കളഞ്ഞാൽ എന്ത് കിട്ടി? നമുക്ക് ആൻസർ കിട്ടി ഇസ് 4 ടൈംസ്. അപ്പൊ എന്ത് കിട്ടി? RB എന്ന് പറയുന്നത് RAയുടെ 1/4 ആണ് അല്ലെ. വിച്ച് വയർ വിൽ ഹാവ് ഹയർ റെസിസ്റ്റൻസ്? ആർക്കായിരിക്കും ഹയർ റെസിസ്റ്റൻസ്? പറ മക്കളെ, ആർക്കായിരിക്കും ഹയർ റെസിസ്റ്റൻസ്? യെസ്, എയുടെ റെസിസ്റ്റൻസിന് 1/4 ആണ് ബിയുടെ. അപ്പൊ എയ്ക്കാണ് ഹയർ റെസിസ്റ്റൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും അല്ലേ. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ ബിക്ക് ഏരിയ കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറവാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എയർ കപ്പാസിറ്റൻസ് 6 ആണ്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ സൂപ്പർ 6ൽ ചെയ്തതാണ് അല്ലേ. അപ്പൊ നോക്കിയേ, എയർ ആണെങ്കിൽ 8 picofarad. What will be the capacitance? The distance between the plate is reduced by half and the separation is filled with a dielectric constant K is equal to 6. നമുക്ക് എല്ലാവർക്കും അറിയാം. C മീഡിയം ആണെങ്കിൽ എന്താ ഇക്വേഷൻ? εr into ε0 A/D. D എന്നുള്ളത് പകുതിയാക്കി എന്ന് പറയുന്നുണ്ട്. സെപ്പറേഷൻ പകുതിയാക്കി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് റെഡ്യൂസ്ഡ് ബൈ 2 ഹാഫ്. അപ്പൊ എന്ത് കിട്ടി? സി മീഡിയം എന്ന് പറയുന്നത് മക്കളെ 2 ചാടി മുകളിൽ കയറി 2 into εr into ε0 A/D. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? ε0 A/D. അത് സി എയർ ആണ്.
അത് സി എയർ ആണ് അല്ലേടാ മക്കളെ, അത് സി എയർ അല്ലേ? യെസ്, സി എയർ ആണ്. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. സി മീഡിയം എന്ന് പറയുന്നത് 2 ഇൻറ്റു എപ്സിലോൺ ആറിന്റെ വാല്യൂ 6 ആണ്, സി എയറിന്റെ വാല്യൂ 8 ആണ്. അപ്പൊ എത്ര കിട്ടി? 96 പൈക്കോഫാരഡ്. 96 പൈക്കോഫാരഡ് ഇസ് എ റൈറ്റ് ആൻസർ. 96 പൈക്കോഫാരഡ് ഇസ് എ റൈറ്റ് ആൻസർ. എങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് സിസ്റ്റം ഓഫ് n ചാർജസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താടാ? സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്? ഒന്നിലേറെ ചാർജുകൾ ഉണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ ഫോഴ്സിന്റെയും ഓരോ ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർ സം ആയിരിക്കും. നമുക്കറിയാവുന്നില്ലടാ. യെസ്, അപ്പൊ അതാണ് ആ സ്റ്റേറ്റ്മെന്റ്. അതിനെ ഡിഫൈൻ ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് എഴുതണം. യെസ്, ഡെഫിനിഷൻ എഴുതണം കേട്ടോ. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതണം. ഡെഫിനിഷൻ നിങ്ങൾ എഴുതണം. അതേപോലെ തന്നെ റൈറ്റ് ഡൗൺ ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ സിസ്റ്റം ഓഫ് n ചാർജസ്. അത് നമുക്ക് എഴുതാം. നോക്കടാ, n ചാർജുകൾ ഉണ്ട്. എൻ്റെ കയ്യിൽ Q1, അതേപോലെ Q2, അതേപോലെ Q3, അതേപോലെ തന്നെ എനിക്ക് Q എന്ന് പറഞ്ഞ ഒരു ചാർജ് ഉണ്ട്. അപ്പൊ ഈ Q എന്ന് പറഞ്ഞ ചാർജ് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നെറ്റ് ഫോഴ്സ് ഇത് R1, ഇതെന്താണ് R2, ഇതെന്താണ് R3, എക്സെട്ര n നമ്പർ ഓഫ് ചാർജ് ഉണ്ട്. ഇത് Rn കൊടുക്കാം. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുണ്ടാക്കുന്ന ഫോഴ്സിന്റെ വെക്ടർ സമാണ്. F ഈസ് ഈക്വൽ ടു എന്താ മക്കളെ കിട്ടുന്നത്? F1 വെക്ടർ F1 പ്ലസ് അതേപോലെ തന്നെ F2 പ്ലസ് അതേപോലെ തന്നെ F3 പ്ലസ് എക്സെട്ര എന്ത് കൊടുക്കാം മക്കളെ? നമുക്ക് Fn എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക. ഇനി നമുക്കിന്നെ വെക്ടർ ഫോം മാറ്റണം അല്ലേ? 1/4πε0 ആദ്യം Q1Q അല്ലേ? Q1Q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എന്താടാ? R1 ഡിസ്റ്റൻസ് R1 ആണ്. ഓക്കെ അല്ലേ? ഇനി ഡയറക്ഷൻ വേണം. ഞാൻ ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് പോകുന്ന ഈ ഡയറക്ഷനെ ഞാൻ R1 ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ദിസ് ഈസ് R1 ക്യാപ്പ്, ദിസ് ഈസ് R2 ക്യാപ്പ്, ദിസ് ഈസ് R3 ക്യാപ്പ്. അപ്പൊ ഈ ഫോഴ്സിന്റെ ഡയറക്ഷനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ Q എന്ന് പറഞ്ഞ ഫോഴ്സിന് F1 കിട്ടുന്നുണ്ട്, F2. അങ്ങനെ ഈ ഡയറക്ഷൻ F1 ഡയറക്ഷൻ R1 ക്യാപ്പ്, F2 ഡയറക്ഷൻ R2 ക്യാപ്പ്, F3 ഡയറക്ഷൻ R3 ക്യാപ്പ്. അപ്പൊ എന്ത് കൊടുക്കാം നമുക്ക് ഇവിടെ? R1 ക്യാപ്പ് സ്ക്വയർ ഉണ്ട്. അപ്പൊ R1 ക്യാപ്പ് കൊടുക്കാം. പ്ലസ് അടുത്തത് 1/4πε0 Q2Q ഡിവൈഡഡ് ബൈ R2ന്റെ സ്ക്വയർ. പിന്നെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി യൂണിറ്റ് വെക്ടർ R1 is a unit vector of force F1. R2 is a unit vector of force F2. അതും കൂടെ എഴുതി വെച്ചാൽ അടിപൊളിയായിരിക്കും. എക്സെട്ര 1/4πε0 QnQ ഡിവൈഡഡ് ബൈ Rnന്റെ സ്ക്വയർ. ഇവിടെ നമുക്ക് കൊടുക്കാം Rn ക്യാപ്പ് എന്ന് കൊടുക്കാം. അപ്പൊ R1 ക്യാപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ ഓഫ് വെക്ടർ ഓഫ് എന്താണ് മക്കളെ? F1ന്റെ യൂണിറ്റ് വെക്ടർ ആണ് R1. അപ്പൊ F2ന്റെ യൂണിറ്റ് വെക്ടർ ആണ് R2, എക്സെട്ര. റെഡി അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനോട് പോവുകയാണ്. മനോഹരമായ ക്വസ്റ്റ്യൻ ആയിരുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C ഹാവിംഗ് ചാർജ് Q. ഡെറിവേഷൻ ആണ് നമ്മൾ പഠിപ്പിച്ചതാണ്. ഇന്നലെ നിങ്ങൾ പഠിപ്പിച്ചതാണ് ഡെറിവേഷൻ. എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷനും ഡെഫിനിഷനും ഞാൻ എഴുതുന്നില്ല കേട്ടോ, സമയം കളയുന്നില്ല. ഡെറിവേഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ ടേം മൊബിലിറ്റി. എന്താണ് മൊബിലിറ്റി? അതിന് ഡെഫിനിഷൻ എഴുതുക. നമുക്കറിയാം മൊബിലിറ്റി എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതേപോലെ അതിന്റെ ബി ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ മൊബിലിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് E ടോ ബൈ എം ആണ്. E ടോ ബൈ എന്താ മക്കളെ? എം ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഡ്രിഫ്റ്റ് എന്താണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡിന് വരെ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? യെസ്, മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു E ടോ ബൈ എം ഇ എന്ന് കൊടുക്കാം. E ടോ ബൈ എം ഇ എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ മക്കളെ? എം ഇ എന്ന് കൊടുക്കാം. ഇയും നമുക്ക് വെട്ടിക്കളയാം. ദെൻ നമുക്ക് എന്ത് കിട്ടി മക്കളെ? മൊബിലിറ്റി എന്ന് പറയുന്നത്
മൊബിലിറ്റി എന്ന് പറയുന്നത് ഇ ടോ ബൈ എം കിട്ടി. ഇ ടോ ബൈ എം, ഇ ടോ ബൈ, അതല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മൊബിലിറ്റി എന്ത് കിട്ടി? ഇ ടോ ബൈ എം എന്ന് കിട്ടി. ഇ ടോ ബൈ എം. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ മൊബിലിറ്റി ആൻഡ് റിലാക്സേഷൻ. യെസ്, മൊബിലിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് സിംപ്ലി മാഗ്നിറ്റ്യൂഡ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് എഴുതി വെച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇത് കിട്ടി. സോ സിമ്പിൾ. ഇതിനടുത്ത് ഓക്കെ, രണ്ട് നമ്മൾ എഴുതിയില്ലേ? യെസ്, ഡെഫിനിഷൻ എഴുതണേ. ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും നമ്മുടെ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആൻഡ് ദി ടെർമിനൽ വോൾട്ടേജ്. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ എഴുതണം. ഓരോന്നിന്റെയും ഡെഫിനിഷൻ നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് ഇ എം എഫ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സർക്യൂട്ടിലെ ഒരു ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇ എം എഫ് എന്ന് വിളിക്കുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ടിലെ ബാറ്ററിയുടെ ടെർമിനൽ വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടെർമിനൽ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ചാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ബാറ്ററി. ഡെഫിനിഷൻ എഴുതി വെക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡെഫിനിഷൻ ഇമ്പോർട്ടൻറ്റ്, ഡെഫിനിഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. ഇ എം എഫ് എന്ന് പറയുന്നത് എന്താ മക്കളെ? ലോസ്റ്റ് വോൾട്ട് പ്ലസ് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് ആണ്. ഇ എം എഫ് ഇസ് ഈക്വൽ ടു ലോസ്റ്റ് വോൾട്ട് പ്ലസ് എന്താണ്? ടെർമിനൽ വോൾട്ടേജ് ആണ്. ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ഇ എം എഫ് ആണ് ആ ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് പോകുന്ന ആ ലോസ്റ്റ് വോൾട്ട് ആണ്. നമുക്ക് കൊടുക്കാം I into R ഇസ് എ ലോസ്റ്റ് വോൾട്ട് എങ്കിൽ ടെർമിനൽ വോൾട്ടേജ് V എന്ന് കൊടുത്താൽ നമുക്ക് പറയാം E is equal to I into R പ്ലസ് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കൊടുക്കാം I into R ആണ്, അല്ലെങ്കിൽ V ആണ്. ഇത്രയുള്ള സാധനം. ഇതെല്ലാം മക്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. The mathematical relation connecting them. EMF is equal to terminal voltage plus എന്താണ്? ലോസ്റ്റ് വോൾട്ട്. Then 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ഡിറൈവ് ദ വെക്ടർ ഫോം ഓഫ്. ഡെറിവേഷൻ ആണ്. ഓക്കെ, ഡെറിവേഷൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡെറിവേഷൻ ആണ്. അതങ്ങ് എഴുതി വെക്കണം. യെസ്, 20ാമത്തെ ഡെറിവേഷൻ ആണ്. നമ്മൾ പഠിച്ച ഡെറിവേഷൻ ആണ്. നിതിൻ സാർ നിങ്ങളെ പഠിപ്പിച്ച ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ എന്ത് ചെയ്യുക? അതേപോലെ എഴുതി വെച്ച് വെക്കുക. നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടുന്നതാണ്. J = സിഗ്മ E എന്ന് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ ഫിഗർ റെപ്രസെന്റിംഗ് ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ്. യെസ്, ഒരു ചാർജ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. ഈ വെലോസിറ്റിയിലാണ് എൻ്റർ ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ജോമെട്രിക്കൽ പാത്ത് ഫോളോഡ് ബൈ ദി പാർട്ടിക്കിൾ ഷോൺ എബോവ്. ഈ പാർട്ടിക്കിൾ പോകുന്ന പാത്ത് എന്തായിരിക്കും? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അത് റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്ത് പാത്തായിരിക്കും മക്കളെ? പാത്ത് സർക്കിൾ ആയിരിക്കും. സർക്കുലാർ പാത്ത്. എന്ത് പാത്താണ്? സർക്കുലാർ പാത്ത് ആയിരിക്കും. സർക്കുലാർ പാത്ത്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ റേഡിയസ് R ഓഫ് ഇറ്റ്സ് പാത്ത്. ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഡെറിവേഷൻ. ഇന്നലെയും കൂടി ഞാൻ ഡെറിവേഷൻ മുഴുവൻ പഠിപ്പിച്ചായിരുന്നു. R is equal to I think so VM/QB ആണ്. V is equal to QBR/. Yes, R is equal to VM/QB. ഈ ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മനോഹരമായി നിങ്ങൾ എന്ത് ചെയ്യണം? അത് ചെയ്യേണ്ടതാണ്. അടുത്ത 22nd ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ഗോസസ് ലോ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഡെറിവേഷൻ ആണ്. നിങ്ങളെ പഠിപ്പിച്ച ഡെറിവേഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 23rd ക്വസ്റ്റ്യൻ നോക്കടാ. സ്റ്റേറ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടന്റ് സർഫസ്. ഇക്വിപൊട്ടന്റ് സർഫസിന്റെ 2 പ്രോപ്പർട്ടി ആണ്. യെസ്, എ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് എഴുതണം. ഞാൻ എഴുതുന്നില്ല, നമുക്കറിയാം. കുറെ പ്രോപ്പർട്ടി പഠിച്ചാണ്. ഇക്വിപൊട്ടന്റ് സർഫസ് ഇന്റർസെക്ട് ചെയ്യത്തില്ല. ഇക്വിപൊട്ടന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഇക്വിപൊട്ടന്റ് സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യേണ്ട? വർക്ക് ചെയ്യേണ്ട. ഇഷ്ടമുള്ള പ്രോപ്പർട്ടി എഴുതി വെച്ചോ. പ്രോപ്പർട്ടീസ് എഴുതി വെക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് എന്താ മക്കളെ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്.
ഇനി എന്റെ ബി ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ബിറ്റ്വീൻ എനി 2 പോയിന്റ് ഓൺ ദി ഇക്വിവലന്റ് സർഫസ്. നമുക്കറിയാം 0 ആണ്. ഷോ ദാറ്റ് തെളിയിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇക്വിപൊട്ടന്റ് സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യം വർക്ക് ഡൺ 0 ആണ് തെളിയിക്കണം. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ട് വർക്ക് ഡൺ 0 ആയി? ബിക്കോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയി. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ കൂടെ അത് പറഞ്ഞു തന്നെയാണ്. പ്രോപ്പർട്ടി എഴുതിയപ്പോൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചായിരുന്നു. നമുക്കറിയാം ഇക്വിപൊട്ടന്റ് സർഫസിനകത്ത് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. യെസ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. therefore നമുക്ക് പറയാം വർക്ക് ഡൺ എന്തായിരിക്കും അപ്പോൾ 0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയതുകൊണ്ടാണ് വർക്ക് ഡൺ 0 ആയത്. മനോഹരമായ ക്വസ്റ്റ്യൻ. ഇതങ്ങ് എഴുതി വെച്ചാൽ മുഴുവൻ മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. 24ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ, 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P placed uniform electrically making angle theta with electric field. എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ഡെറിവേഷൻ ആണ്. നിങ്ങൾക്കറിയാവുന്ന ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ അങ്ങ് ഇതേപോലെ എഴുതി വെക്കുക. നിങ്ങൾക്കറിയാവുന്ന ഡെറിവേഷൻ ആണ്. ടോർക്ക് ടോ ഈക്വൽ പി ഇ സൈൻ തീറ്റയുടെ ഡെറിവേഷൻ. അത് അതേപോലെ എഴുതി വെക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ 2 ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഹെൻസ് ഡിഫൈൻ 1 ആംപിയർ. നിങ്ങളെ ഞാൻ പഠിപ്പിച്ച ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ അതേപോലെ എഴുതി വെക്കുക. ഡെറിവേഷൻ അതേപോലെ തന്നെ ഡെറിവേഷൻ എഴുതിയാൽ മാത്രം പോരാ. ആൻഡ് ഡിഫൈൻ 1 ആംപിയർ. 1 ആംപിയറിന് ഡിഫൈനും കൂടെ ചെയ്യുക. അതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ സെപ്പറേഷനിൽ 2 സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ വെക്കുക. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, അതിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഐ തിങ്ക് സോ 2.10⁻⁻⁷ ആണെന്ന് തോന്നുന്നു. 2.10⁻⁷ ഐ തിങ്ക് സോ അതാണെന്ന് തോന്നുന്നു. അത് ചെയ്ത് നോക്കണം കേട്ടോ. ഡിഫൈൻ 1 ആംപിയർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് നമുക്ക് അറിയേണ്ടതാണ്. ഇത് സിമ്പിൾ ആണ്. ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നും നോക്കാനില്ല. ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ. 26 ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനിയെ derive an expression for electric field intensity E due to an electric dipole at any point lying on its bisecting line. Derive an expression for electric field intensity E due to an electric dipole at any point lying on its bisecting line. എന്താ ഈ ബൈസെക്ടിങ് ലൈൻ എന്നൊക്കെ പറഞ്ഞു? നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. നമുക്കറിയാം പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആണ് അല്ലെ. പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഡൈപോൾ അറ്റ് എനി പോയിന്റ് ലൈ ഓൺ ഇൻ ബൈസെക്ടിങ്. വാട്ട് ഈസ് ബൈസെക്ടർ എന്ന് വെച്ചാൽ ഇതിന്റെ നടുവേ മുറിക്കുക. വാട്ട് ഈസ് ദിസ് ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പൊ ഇക്വിറ്റോറിയൽ ഡെറിവേഷൻ ആണ് അല്ലെ. എന്തിന്റെ ഡെറിവേഷൻ ആണ്? ഇക്വിറ്റോറിയലിന്റെ ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ഫോർ എന്തിന്റെ ഡെറിവേഷൻ ആണ് മക്കളെ? ഇക്വിറ്റോറിയൽ ലൈൻ അല്ലേ. ഡെറിവേഷൻ ഫോർ എന്താണ്? ഇക്വിറ്റോറിയൽ ലൈനിന്റെ ഡെറിവേഷൻ ആണ്. അല്ലെങ്കിൽ ഡെറിവേഷൻ ഓഫ് എന്താണ്? ഇക്വിറ്റോറിയൽ ലൈൻ. ഓക്കെ, നമുക്കറിയാവുന്ന ഡെറിവേഷൻ ആണ്. അത് എഴുതി വെച്ചാൽ മതി. 5 മാർക്ക്. നോക്കിക്കേ, 5 മാർക്കാണ് ആ ഒരൊറ്റ ഡെറിവേഷന് കിടക്കുന്നത്. 27ാമത്തത് എ ക്വസ്റ്റ്യൻ നോക്കടാ മക്കളെ. 27ാമത്തെ എ ക്വസ്റ്റ്യൻ സിമ്പിൾ വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ് തന്നിരിക്കുന്നത്. യെസ് യൂസിങ് ക്രിസ്റ്റോഫ് റൂൾ ഫൈൻഡ് ദ ബാലൻസിങ് കണ്ടീഷൻ. യെസ്, P/Q = R/S. ന്റെ ഡെറിവേഷൻ അവിടെയും നമ്മളോട് ചോദിച്ചു. ഡെറിവേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇനി അടുത്ത് നോക്കിയ മക്കളെ, ഡെറിവേഷൻ നമുക്കറിയാവുന്നതല്ലേ. യെസ്. ദെൻ അടുത്ത് ബി ക്വസ്റ്റ്യൻ, ഇൻ ബാലൻസിംഗ് ബ്രിഡ്ജ് നെറ്റ്വർക്ക് ഇൻ 4 amps E have sequential resistance P5 Q10 R15 P/Q R15 S X ohm. Compute the value of X. സിമ്പിൾസ് ആണ്. സിമ്പിൾസ് ആണ്. ബി ക്വസ്റ്റ്യൻ നമുക്കറിയാം P/Q R/S ആണ്. അപ്പോൾ 5/10 is equal to 15/S 15/X. ഓക്കെ ആണോ? വെട്ടി കള 2 കിട്ടും. അപ്പൊ X 30 കിട്ടി. Then X is equal to
30 ഓം. X is equal to 30 ഓം is the right answer. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ. എടാ മക്കളെ ഇതെന്താടാ ഇത്? ഇത് നമ്മുടെ സോളിനോയിഡ് ആണ്. ഇത് നമ്മുടെ സോളിനോയിഡ് ആണ്. സ്റ്റേറ്റ് ആംപീരിയൻ സർക്കിൾ തിയറം. ഡെഫിനിഷൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. യെസ്, സ്റ്റേറ്റ് ആംപീരിയൻ സർക്കിൾ തിയറം. ആ ഡെഫിനിഷൻ അതേപോലെ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? യെസ്, ഡെഫിനിഷൻ ആണ്. അത് ഞാൻ എഴുതുന്നില്ല. ബി ക്വസ്റ്റ്യൻ. Using this law, derive an expression for magnetic field inside a long solenoid. Derivation. ഡെറിവേഷൻ ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാ മക്കൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് മക്കളെ. യെസ്, അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ബയോട്ട്-സാവാർട്ട് ലോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് വെക്ടർ ഫോം. ബയോട്ട്-സാവാർട്ട് ലോ നമുക്കറിയാലോ. അതിന്റെ വെക്ടർ ഫോമിൽ ചോദിച്ചിരിക്കുന്നു. ബയോട്ട്-സാവാർട്ട് ലോയുടെ വെക്ടർ ഫോം എന്താണ്? യെസ്, ബയോട്ട്-സാവാർട്ട് ലോയുടെ വെക്ടർ ഫോം നമുക്കറിയാവുന്നതാണ്. dB is equal to പറ മക്കളെ. dB is equal to μ0. ഇത് ഇന്നലെ ഞാൻ പഠിപ്പിച്ചതാണ്. μ0/4π IDL ക്രോസ് R ബൈ എന്താണ് മക്കളെ? R ക്യൂബ്. ദിസ് എ വെക്ടർ ഫോം ഓഫ് ബയോട്ട്-സാവാർട്ട് ലോ ആൻഡ് സ്റ്റേറ്റ്മെന്റ് എഴുതണേ. ഇത് എഴുതണം, അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണേ. ഓക്കെ അല്ലടാ മക്കളെ, സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണവേ. അടുത്തത് ബി ക്വസ്റ്റ്യൻ. യൂസിംഗ് ദിസ് ലോ, derive the expression for magnetic field due to a straight infinitely long current carrying conductor. Using this law, derive an expression for magnetic field due to a straight infinitely long current carrying conductor. Infinitely long ആയിട്ടുള്ള ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. ദിസ് ഈസ് ഔട്ട് ഓഫ് സിലബസ്. എന്താണ് മക്കളെ? ദിസ് ഈസ് നോട്ട് ദ സിലബസ്, ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ ഇത് സിലബസിലുണ്ടോ? ഇല്ല. നോട്ട് ഇൻ ദ സിലബസ് അല്ലേ? നോട്ട് ഇൻ ദ സിലബസ്. നമ്മുടെ സിലബസിൽ ഇല്ലാത്ത സാധനം നമ്മളോട് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഈസ് നോട്ട് ഇൻ ദ സിലബസ്. ഓക്കെ, സിലബസിലുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആംപീരിയൻ സർക്യൂട്ടൽ തിയറി ഉപയോഗിച്ച് പഠിക്കാനാണ്. അതായത് B is equal to μ0I divided by 2πr. ഇത് നമുക്ക് അറിയാവുന്നത് ആംപീരിയൻ സർക്യൂട്ടൽ തിയറി ഉപയോഗിച്ച് ചെയ്യാനാണ്. അല്ലാതെ നമുക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ മാർക്ക് നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായെന്ന് പറയുന്നത്, വലിയ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അല്ലായിരുന്നു. ഒന്ന് നന്നായിട്ട് ഒരു 1-2 മാസം മുമ്പേ പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ അഗ്നി ബാച്ചിലുള്ള കുട്ടികൾക്ക് നമ്മളിതെല്ലാം ഈ എല്ലാ കോൺസെപ്റ്റും ഒന്നുപോലും പഠിപ്പിക്കാൻ എല്ലാ കോൺസെപ്റ്റും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ. നമുക്ക് ഇവിടെ സംഭവിച്ച എല്ലാ തെറ്റുകളും പരിഹരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിനും ബോർഡ് എക്സാമിനും ഒക്കെ എന്ത് ചെയ്യാൻ നല്ല മാർക്ക് കരസ്ഥമാക്കാം. അപ്പോൾ ഈ കയറി പോകുന്നേക്ക് ഞങ്ങളിവിടെ ഉണ്ട് മക്കളെ.